ഇതേപോലെ ഒരു മഴയുള്ള ദിവസം ഞാൻ അവനെ കണ്ടു. ആരെ? അവനെ. അവനാരാ? ഞാൻ പറയാം. അതെ, ഇതാണ് അവന്റെ കഥ. ഒരു ദിവസം രാത്രി ഒരു 8 മണിയായി കാണും. ഞാൻ ഈ വഴിയിലൂടെ ഓടുകയായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ പെയ്തു. ഇതേപോലത്തെ മഴ. എന്ത് മഴയാ! ഏതാ സമയം എത്രയായി? സമയോ 8 മണി. എന്തേ? ഞാൻ അയാളെ കണ്ണിലേക്ക് നോക്കി. അപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു അയാളെ. ഞാൻ അയാളെ നോക്കുന്നു, അയാൾ എന്നെയും നോക്കി. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ഇതാണ് ഇപ്പൊ ഇത്ര വലിയ ആനക്കാര്യം. ഞാനും വിചാരിച്ചു. എടി, ഫുള്ള് പറയട്ടെ? പറ. അപ്പൊ തന്നെ എന്റെ അമ്മ എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചടി. അതൊരു സ്വപ്നായിരുന്നു. ചിരിക്കല്ല. ഞാൻ അന്ന് മുതൽ അയാൾ ഓർത്തിരിക്കാൻ തുടങ്ങിയതാ. പിന്നെ അങ്ങേർക്കുള്ള തെരച്ചിലായി ഞാൻ. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ലടി. ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ടതല്ല അയാളെ. പിന്നെ ഈ അങ്ങനെ കാണുക അവനെ. എന്തായി പറഞ്ഞത്? അത് സ്വപ്നത്തിലായാലും സ്വപ്നത്തിലല്ലെങ്കിലും ഞാൻ അയാളെ കൊണ്ടേ പോവും. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ അങ്ങേരെ തന്നെ കല്യാണം കഴിക്കും. എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിക്കണം. ഇതിന്റെ ഒപ്പം കൂടുന്നു. എനിക്ക് ബുദ്ധില്ല പെണ്ണെ. അങ്ങനെ എവിടെ പോയി നോക്കാനാ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അങ്ങേരെന്റെ നെഞ്ചത്ത് വാള് കുത്തി വെച്ച മാതിരി പോയതല്ലേ. പിന്നെ അങ്ങേരെന്റെ സ്വപ്നത്തില് വന്നിട്ടില്ല. അയാളെ കണ്ടുപിടിക്കണം. എടി കളിയാക്കല്ലടി. ട്രൂ ലവ് ആടി. ട്രൂ ലവ്. പിന്നെ ആളെങ്ങനാ? ലുക്കൊക്കെ ഉണ്ടോ? ലുക്കുണ്ടോന്നോ? മോളെ, ആ കണ്ണ്, ആ ലിപ്പ്. ഇനി ജീവിതത്തിൽ പ്രേമിക്കണം തോന്നിയവര് വരെ പ്രേമിച്ചോ. അമ്മ ലുക്ക. അത്രക്കൊക്കെ ഉണ്ടോ? ഉണ്ടോന്നോ? അന്ന് ഞാൻ കണ്ടിട്ട് ഇതുവരെയായിട്ട് ഞാൻ അവനെ മറന്നിട്ടില്ലെങ്കിൽ അവന്റെ ലുക്കോ എനിക്കെന്താ അവനെ ഇഷ്ടപ്പെട്ട് അറിയില്ല. എന്തോ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടിരിക്കണം. എന്തായാലും ചിലപ്പോ അവന്റെ കണ്ണായിരിക്കും, അല്ലെങ്കിൽ ലിപ്പായിരിക്കും, അല്ലെങ്കിൽ അവന്റെ വോയിസ്. അത്രേ ഞാൻ അവന്റെ കണ്ടിട്ടുള്ളൂ. ഇനി ഞങ്ങൾ പ്രേമിച്ച് തുടങ്ങിയാൽ അവന്റെ എല്ലാം അറിയാലോ. അതിന് ശരിക്കും അവനുണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ. ആ കണ്ടാവും ഒക്കെ ഞാൻ അവനെ കണ്ടുപിടിക്കും, ഉറപ്പാ. കണ്ടുപിടിച്ചാ മതി. എന്റെ തള്ളി കേട്ടിട്ട് ടൈം പോയതറിഞ്ഞില്ല. മഴ കുറച്ച് നിന്നിക്കണ്. നമുക്ക് പോവാ. വേണ്ടട്ടോ, ഞാൻ തമാശ പറഞ്ഞതാ. തമാശ വല്ലാണ്ട് കൂടുന്നുണ്ട്. ഈ മഴ ചെറുതായിട്ട് നിന്നു. നമുക്ക് പോവാ. വാ പോവാ. എന്നാലും മഴ ഒക്കെ ഉണ്ട് കേട്ടോ. അത് സാരില്ല. ഒരു ദിവസം നമുക്ക് മഴത്ത് കുളിച്ചു പോവാം. നമുക്ക് മഴത്ത് കുളിച്ചു പോവാം. കമോൺ. ഇതെന്താ രണ്ടാളും മഴത്ത്? ഇതാരത്? എന്താ ഇവിടെ? ഞാൻ എന്റെ പെണ്ണിനെ കാണാൻ വന്നേ. എന്റെ അതിന് ഞാൻ അവിടെ ഉള്ള എങ്ങനെ എനിക്കറിയാ? ഞാനിത് വഴി കാറിലൂടെ പോയപ്പോ നിങ്ങളെ കണ്ട്. അങ്ങനെ? രണ്ടാള് പേര് ഞാൻ വീട്ടിലാക്കി തരാം. ആക്കിക്കൊണ്ടാ. അല്ല, നിങ്ങള് പോയിക്കോളി. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. അത് വേണ്ട, രണ്ടാള് ഞാൻ ആക്കിത്തരാ. ഇന്റെ ഒപ്പം പോരി. ഞാൻ ആ വഴിക്കൂടിയാ പോണത്. ആടി, ഇതെന്താ വരാത്തേ? അല്ല, ഏതായാലും ഞാൻ ഇത്രയും നഞ്ഞിയല്ലേ. നിന്റെ വീട് ഇവിടെ എടുത്തുവാണ്. ഞാൻ ഇങ്ങോട്ട് നടന്നോളാം. നിങ്ങള് പോയിക്കോളി. കപ്പിൾസ് ആയിട്ട് നിങ്ങള് പോയിക്കോളി. അപ്പൊ മഴത്തെ കുളിച്ച് വരാനുള്ള അടവാണ്. ഞാൻ വണ്ടി പോകും. എന്നെ കൊണ്ട് അവിടെ ചെന്ന് നടക്കാൻ വേണമെങ്കിൽ പോരെ ഞങ്ങളപ്പം. നിങ്ങള് പോയിക്കോളി, ഞാൻ പെരേക്ക് പോയിക്കോളാ. ഓക്കെ. ദൈവമേ, മഴ കൂടിയല്ലോ. എന്തോ മഴയാ. ചേട്ടാ, സമയം എത്രയായി? സമയോ 8 മണി. എന്തിയെ? നിങ്ങളോ? എന്ത്? നിനക്കെന്നെ മുന്നറിയോ? നിങ്ങളെ ഞാൻ എത്ര ദിവസമായി നോക്കി നടക്കുന്നു അറിയോ? നിന്നെ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ ഇത്? ഞാൻ സ്വപ്നം കണ്ട പോലെ നടന്നു. സ്വപ്നം കാണാ? നീ വല്ല ഭ്രാന്ത് ഹോസ്പിറ്റലിൽ നിന്ന് മതില് ചാടിയതാണോ? ഇല്ല, ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം. ഞാൻ ഒരിക്കലും കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല. ഇത് തന്നെ.
ഞാൻ അവിടെ നിന്നാ പെടുമല്ലോ. അതെ, ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ഇതേ സമയം ഇതേപോലെ തന്നെ, സത്യമായിട്ടും. എന്നെ സ്വപ്നം കാണുക? അപ്പൊ തന്നെ എനിക്ക് ക്രഷ് അടിച്ച നിങ്ങളെ. അതേ പെണ്ണെ, നീ ജയിലോ മറ്റോ ചാടിയതല്ലേ? ആ പേരും പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കുന്നോ? അയ്യോ അല്ല, ഞാൻ സത്യം പറയുന്നത്. അതെ, നീ വേറെ ആരെങ്കിലും പറ്റിക്കാൻ നോക്ക്, എന്നെ കിട്ടൂല അതിനൊന്നും. അയ്യോ പോവല്ലേ, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. കാലങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണാൻ പറ്റിയേ. പോവല്ലേ. ഇവിടുന്ന് ഓടാ, അതാണ് എനിക്ക് നല്ലത്. പോയോ? ഇനി ഞാൻ എങ്ങനെ കണ്ടെത്തും? വേറെങ്കിലും ഒന്ന് ചോദിച്ചാ മതിയായിരുന്നു. എന്നാലും ഇങ്ങനെ ജീവിച്ചിരിക്കണ്ടല്ലോ, അത് മതി എനിക്ക്. എങ്ങനെയാലും ഞങ്ങളെ കണ്ടെത്തും. അപ്പൊ ഞാനിന്ന് അങ്ങേരെ കണ്ടു. എന്നാലും ഞാനിങ്ങനെ സ്വപ്നം കണ്ടത് റിയൽ ആയിട്ട് നടന്നിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? ചിലപ്പം അങ്ങേരെ എന്റേതായത് കൊണ്ടാവാം അങ്ങേരെ ഞാൻ ഓർത്തു നിന്നത്, പിന്നെ അയാളെ ഞാൻ മറക്കാത്തതും. യെസ്, എന്റേത് തന്നെ. ഐ വാണ്ട് യു, ഐ ഡോണ്ട് ലീവ് യു, ഐ വിൽ വെയിറ്റ് ഫോർ യു, ഐ വിൽ ലുക്ക് ഫോർ യു, ഐ റിയലി ലവ് യു. ഇതിപ്പോ ഇങ്ങനെ ഓർത്തു കിടന്ന് ഉറക്കം വരുന്നില്ല. എന്നാലും ആരാണ് അവള്? ഇന്നെ സ്വപ്നം കണ്ടുപോലും പോരാത്തതിന് ഇന്നെ ക്രഷ് അടിച്ചു. ഇതാ തന്നെ തട്ടിപ്പ്, അല്ലാതെന്താ? അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഭ്രാന്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ചാടിയതാവും. പക്ഷെ കണ്ടിട്ട് അങ്ങനെ ഭ്രാന്ത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയൊന്നും നീയല്ലോ. എന്തായാലും ലുക്ക് ഉണ്ടാള്. ഞാനിപ്പോ ഇതിനെ അവളെ ആലോചിച്ച് കിടക്കണ്. അവൾ എന്താരാ, എവിടുന്നോ വന്നൊരു പെണ്ണ്, അവളെ ആലോചിച്ച് കിടക്ക. ഉറങ്ങ് അർജുൻ, ഉറങ്ങ്, നാളെ ജോബിന് പോകാനുള്ളതാണ്. എന്നാലും ഓടി വരണ്ടി, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വന്നാ മതി. അയ്യേ, ഞാനെന്തിനാ കിടന്ന് ചിരിക്കണേ? ഉറങ്ങട്ടെ, നീ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് കാര്യമില്ല. എത്ര പെട്ടെന്ന് നേരം വെളുത്തോ. കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങിയാലോ. ടൈം എത്രയായി? 8 മണിയോ? 8:30 ക്ലാസ് തുടങ്ങും. അയ്യോ, നിനക്ക് ഭക്ഷണം ഒന്നും വേണ്ടേ? ഞാൻ കാന്റീന്ന് കഴിച്ചോളമ്മ. നീ നിന്റെ ബാഗ് കൊണ്ടുപോടി. അയ്യോ, ബാഗ് എടുക്കാൻ മറന്നു. ഈ പെണ്ണിനെ കൊണ്ട് ഇന്ന് ബെല്ലടിച്ചെന്ന് തോന്നണം. ഇന്ന് എന്തേലും പണിഷ്മെന്റ് കിട്ടും, എനിക്ക് വയ്യ. സോർ. ഓ വന്നല്ലോ. എന്തിനാ അങ്ങോട്ട് എഴുന്നള്ളിയേ? വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? അത് സാർ, ബസ് കിട്ടിയില്ല. കിട്ടൂലല്ലോ. എങ്ങനെ കിട്ടുക? നേരെ വൈകി വരികയല്ലേ. സോറി സാർ, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഇതൊക്കെ തന്നെ എന്നും കേൾക്കുന്ന. സാരമില്ല, ഇപ്രാവശ്യത്തേക്ക് വിട്ടിരിക്കുന്നു. കേറിയിരിക്ക്. താങ്ക് യു സാർ. നീ ഇതിന് എപ്പോഴും നേരെ വയ്ക്കി വരുന്നത്? ഞാൻ ഉറങ്ങിപ്പോണ എന്റെ കുറ്റ അല്ല, എന്റെ അമ്മായിന്റെ കുറ്റം. സൈലൻസ്. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താന്ന് വെച്ചാ ഞാൻ ഇവിടുന്ന് മാറുകയാണ്. എനിക്ക് വേറെ സ്കൂളിൽ ജോലി കിട്ടി. എന്റെ സ്ഥലം ഇവിടെ അല്ലല്ലോ, നിങ്ങൾക്ക് അറിയണാണ്. അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്താണ് എന്റെ സ്ഥലം. അപ്പൊ അവിടെ തന്നെ ഒരു സ്കൂള് സെറ്റ് ആയിക്കണേ എനിക്ക്. അപ്പൊ ഞാൻ അവിടുന്ന് പോവാണ്. നിങ്ങൾക്ക് വേറെ സാറ് വരുന്നതാണ്. സാറ് പോവാണോ? അതെ, നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾക്ക് ഹാപ്പി ഒന്നുമില്ല, നല്ല സങ്കടമുണ്ട്. സാർ ഇത്രയും പഠിപ്പിച്ചിട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ഹാപ്പിയോ? എനിക്ക് ഇവിടുന്ന് ഇപ്പൊ പോയേ പറ്റൂ. എടി പാവടി, സാറിന് നല്ല സങ്കടമുണ്ട് ഇവിടെ വിട്ടു പോവാന്. പാവോ, നീ എത്ര വട്ടം എന്നോട് പറയടി സാറ് ഇവിടെ നിന്ന് പോയി തരണേ, പോയി കിട്ടണേന്ന്. എന്നിട്ട് ഇപ്പൊ ഈ കാലം മാറുക. എടി പെട്ടെന്നൊക്കെ ഇങ്ങനെ പോവാന്ന് പറയുമ്പോ ഒരു സങ്കടം. എനിക്ക് ഈ സാർ ഇത്ര ദേഷ്യം നേരേക്ക് വരുമ്പോ സാറ് ചീത്ത അറിയുമ്പോ എന്തെങ്കിലും പണിഷ്മെന്റ് തരും. അതുകൊണ്ടല്ല എനിക്ക് സാർ ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പാഠം മൊത്തം എഴുതി വരാൻ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അതൊക്കെ വലിയ വലിയ പണിഷ്മെന്റ് തരുള്ളൂ, ചെറുതൊന്നും തരില്ല. അതൊക്കെ ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു സങ്കടടി. എനിക്കും എന്തോ ഒരു ചെറിയ സാഡ്. സാറേ പോയിക്കോട്ടെ, പുതിയ വരുന്നല്ല പറഞ്ഞത്. നീ വരാൻ പോണേ ഇങ്ങനത്തെ സാധനമാണാവോ? ആവോ, ചെലപ്പം ആവായിരിക്കും. അപ്പോ എല്ലാവരോടും ഞാൻ ബായ് പറയാണ്. ഇന്ന് തന്നെ സാറ് പുതിയത് വരും. അപ്പോ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുക. പുതിയ സാറെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പൊ ഞാൻ പോവാണ്. ഞാൻ എന്തേലൊക്കെ തെറ്റ് പറഞ്ഞേക്കണോ എന്തേലൊക്കെ ചെയ്തേക്കണോ നിങ്ങൾ ക്ഷമിച്ചോളിയും. എന്റെ മക്കളെ പോലെ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തേലൊക്കെ ഒപ്പിക്കുമ്പോ എനിക്ക് എന്തേലും പറയണല്ലോ. ചീത്ത എന്തേലും പറയാതിരിക്കാൻ പറ്റില്ല, അതിന്റെ ഒരു കടമയാണല്ലോ. അപ്പോ ഞാൻ പോവാണ്. എല്ലാവർക്കും ബായ്. എനിക്ക് സങ്കടം വരണടി. എനിക്കും എടി, എനിക്ക് സാറൊരു ക്രഷ് ഉണ്ടായിരുന്നടി. നീ എന്നെയും കൂടി കരയിപ്പിക്കല്ലേ.
പിന്നീട് ഒരു കാര്യം പറയാൻ മറന്ന്. എന്താണ്? എന്തേ? ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ഒരു സ്വപ്നം കണ്ട് ആ ചേട്ടനെ ഞാൻ കാണാൻ കാത്തിക്കണെന്ന്. ഇന്നലെ ഞാൻ അതെ ആ കണ്ട സ്വപ്നം പോലെ തന്നെ നിങ്ങൾ പോയ പാട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പാട് മഴ നല്ലാണ്ട് പെയ്ത്. ഞാൻ ആ സ്വപ്നം കണ്ട പോലെ തന്നെ നടന്ന് ഞാൻ ചേട്ടനെ കണ്ട് വിശ്വസിച്ചു. എടി സത്യായിട്ട് ഞാൻ എന്തിനാ എന്നോട് നോണറിനേ? സത്യം പറയും എടി, ഞാൻ സത്യാണ് പറയുന്നത്. ഈ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു ഞങ്ങള് സ്വപ്നം കണ്ടിന്ന് എനിക്ക് നിങ്ങള് ക്രഷ് അടിച്ചെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ആള് വിചാരിച്ചിട്ട് എനിക്ക് ഭ്രാന്താന്ന്. അപ്പൊ തന്നെ ആ മയത്ത് ഓടിപ്പോയി ആള്. എന്തായാലും ജീവനോടെ ഉണ്ട്, അത് മതി എനിക്ക്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഈ അയാളം കൊണ്ടേ പോവൂലേ? അതോ റപ്പല്ലേ? ഗുഡ് മോർണിംഗ്. ഈ പുതിയ സാറ് വന്നു തോന്നുന്നു. ഇവനോ? നിനക്കറിയവനെ? അറിയോന്നോ? എടി ഇവന്റെ കസിനാടി. അപ്പൊ ഇവനാണ് എന്റെ സാറ്. എടി ഇവനാടി ഞാനാ പറഞ്ഞ ക്രഷിന്റെ സ്വപ്നത്തെ കണ്ട കസിനേനി. ജിന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരാളല്ലേ? ഇവനാണോ നീ പറഞ്ഞത്? സൈലൻസ്. ഇത് അവളല്ലേ ഇന്നലെ കണ്ടേ? അപ്പുറത്തെ അർച്ചനി. ഇവളിവിടെ പഠിക്കുക. ദൈവമേ. ഹായ് സാർ. ഹലോ സാർ. ഹലോ. ഹലോ ചേട്ടാ. നീ എന്താടി ഇവിടെ? അതെന്നെ എനിക്കും ചോദിക്കാളെ. ഈ എന്താ ഇവിടെ? ഞാനിവിടെ സാറായിട്ട് വന്നതാണ്, മനസ്സിലായില്ലേ? എന്നെ സഹിക്കണ്ട അവിടെ. പിന്നൊരു കാര്യം, ഇവൾക്ക് വല്ല ഭ്രാന്ത് വല്ലതും ഉണ്ടോ? എൻ്റെ അടുത്തിരിക്കുന്ന ഭ്രാന്തന്റെ അമ്മായിക്ക്. ഇത് അവന്റെ അമ്മായി എന്റെ അമ്മേടി. സോറി, എന്റെ അമ്മയായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെ സാറാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കാണെങ്കിലും ഇന്നിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കാം, അത് പുറത്ത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ സാറാണ്. എനിക്ക് അതിനുള്ള ബഹുമാനം തന്നിട്ടില്ലെങ്കിൽ അപ്പ കാണാം ബാക്കി. ഇയാളെ മുന്നിൽ വെച്ചിങ്ങനെ ദേഷ്യപ്പെടാൻ എനിക്ക് ചിരിയാണ് വരുന്നത്. എല്ലാവരോടും കൂടിയാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ബുക്ക് എടുക്കാം. ഇങ്ങനെ സീനാണല്ലോടി. ഇതൊക്കെ വെറും ഷോഫാണ്. അത് ഇവിടെ മാത്രമുള്ളൂ. വരെ പോയ അവൻ കൂറേന്. സാറ് ഹാൻസം അടി. എനിക്കും ഇഷ്ടായി. എടി ഈ സാറ് മറ്റേനക്കായി ലുക്ക് ഉണ്ടടി. അത് ശരിയാണ്, ഈ സാറാണ് ലുക്ക്. നമുക്ക് ഇതിനെ നോക്കാം. ഇതിനെന്തായാലും വളക്കും ഞാൻ. പോയി പണിയാക്കാം. അപ്പൊ ഞാൻ ഇതിനുള്ളതാ, ഞാൻ വളക്കും. കാണാം. കാണാ. ഇങ്ങനെ വളച്ചെടുക്കടി. ഒന്ന് ഐഡിയ പറഞ്ഞാട്ടിക്ക. ഭയങ്കര ലുക്ക് ഉണ്ട്. അതൊക്കെ സെറ്റ് ആക്കാം. അപ്പൊ സാറ് വന്നിട്ടല്ലേ ഉള്ളൂ. ഇറ്റ്സ് സോ ക്യൂട്ട്.